ഹേയ് വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ക് വീൽ ഊരിയിട്ട് പുതിയ ട്യൂബും പുതിയ ടയറും ഇടുക. ഓക്കെ, അപ്പോൾ ഈ വണ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ 3 സ്പീഡും ബാക്കിൽ 7 ആണുള്ളത്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ 1 ഇടണം, ബാക്കിൽ 7 ഉണ്ട്, അതായത് ഏറ്റവും ചെറിയ പല്ല് വരുന്ന ഇവിടെ ഇടണം. അപ്പോൾ ആദ്യം അത് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് സെറ്റാക്കി 1ഉം 7ഉം. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളിത് വി ബ്രേക്കാണ് വരുന്നത്. അപ്പോൾ ഡിസ്ക് ബ്രേക്ക് ആണെങ്കിൽ ഇങ്ങനൊരു സംഭവം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മുടെ വി ബ്രേക്കാണ് വരുന്നതുകൊണ്ട് ഈ ഒരു സംഭവം ബ്രേക്ക് എന്ന് ഊരിയിടണം. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി നേരെ തിരിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടി തിരിച്ച് വെച്ചു. ഇത് തിരിച്ച് വെക്കുന്നതിന് മുമ്പ് നമ്മുടെ ഹാൻഡിൽ ബാറിൽ ലൈറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഊരി വെച്ചേക്കണം കേട്ടോ. പിന്നെ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലിവർ, ഓക്കെ, ഇതിൽ വരുന്നത് ക്വിക്ക് റിലീസാണ്. അപ്പോൾ നമ്മളിതങ്ങ് ലൂസാക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തു. എന്നിട്ട് നമ്മൾ ഇപ്പറേ വരുന്ന ഈ ഒരു ഇതിൽ പിടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ ലൂസാക്കി കൊടുക്കുക. ഒരു മാറ്റിയിട്ട് ഇത് മിസ്സായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ തന്നെ എടുത്ത് വെച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ എടുക്കുക. എടുത്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ചെയിൻ ഇതിൽ നിന്ന് എടുത്ത് മാറ്റി ജസ്റ്റ് അങ്ങോട്ടൊന്ന് വെച്ച് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ടയർ ഫ്രീ ആയി. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ടയർ കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലുള്ള കാറ്റ് കുത്തി വിടുന്നു. ഇപ്പോൾ MG അല്ലെങ്കിൽ റോഡ് ബൈക്കിലൊക്കെ വരുന്ന പ്രസ്താവനമാണെങ്കിൽ നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഷട്ടർ വാൾവ് വരുമ്പോൾ നമുക്കിതുപോലെ എന്തെങ്കിലും ഒരു ചെറിയ സാധനം എടുത്തിട്ട് ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഇനി എന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ, എല്ലായിടും ഒന്നേ. എന്നിട്ട് നമ്മുടെ ലിവർ എടുക്കുക. ലിവർ എടുത്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ലിവർ ഇൻസേർട്ട് ചെയ്യുക, സെക്കൻഡ് ലിവർ വെക്കുക, എന്നിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മുടെ ടയറും ട്യൂബും അവിടുന്ന് ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഓൾറെഡി ഒരു പഞ്ചറേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ മാറ്റുന്ന ടയറും ട്യൂബ് എന്ന് വെച്ചാൽ റാൾസിൻ്റെ കേട്ടോ. റാൾസിൻ്റെ തന്നെ ഇന്നർ ട്യൂബും അതുപോലെ റാൾസിൻ്റെ 700x35C ടയർ തന്നെ കേട്ടോ. ഓക്കെ, നമ്മളപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ട്യൂബിൽ കുറച്ച് എയർ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ MIയുടെ പോർട്ടബിൾ ഇലക്ട്രിക് പമ്പാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെ ഷെയർ ചെയ്തേക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പതിയെ ടയറിലേക്ക് ഈ ട്യൂബ് ഒന്ന് കയറ്റി കൊടുക്കുക. ഇനി ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ റിം എടുക്കുക. ഈ ഒരു സംഭവം വരെ നമ്മൾ ഊരിയെടുക്കണം. ഈ ഒരു വാൾവിൻ്റെ പോർഷൻ കയറ്റി കൊടുക്കുക. എന്നിട്ടിത് വീണ്ടും. ഓക്കെ, അപ്പോൾ ടയറിൻ്റെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ ടയറിൽ റൊട്ടേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. അപ്പോൾ അതിനൊരു ആരോയൊക്കെ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് കറക്റ്റാണോ എന്ന് നോക്കണം കേട്ടോ. നമ്മുടെ വീട്ടിലത് കറക്റ്റാണോ നോക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഡിസൈൻ നോക്കിയാൽ മതി. മിക്ക ടയറിലും ഒരു ഡിസൈൻ കാണാം. അപ്പോൾ ഇപ്പോൾ ഒരു ആരോ പോലെ, അപ്പോൾ ഇത് ഇങ്ങോട്ടല്ലേ കൊടുത്തേക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് ഇത് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ റൊട്ടേഷൻ തിരിച്ചിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗ്രിപ്പിംഗ് ഒന്നും കറക്റ്റ് ആവുകയില്ല. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഫ്രിക്ഷനോ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല കേട്ടോ. നമ്മുടെ ടയർ ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ കയറ്റി കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടാമത്തെ സൈഡ് കയറ്റി കൊടുക്കുമ്പോൾ ആവശ്യമെങ്കിൽ നമുക്കിങ്ങനെ ലിവർ യൂസ് ചെയ്യാം കേട്ടോ. ആവശ്യമെങ്കിൽ മാത്രം ലിവർ യൂസ് ചെയ്യാൻ മതി. അപ്പോൾ ലിവർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നർ ട്യൂബിൽ പ്രസ് ആവേണ്ട നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ കയറ്റി കഴിഞ്ഞിട്ട് നമ്മളൊന്നുകൂടെ കൺഫേം ചെയ്യുക ഓക്കെ ആണോ. അങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ബാക്കിയൊന്ന് എയർ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മളിപ്പോൾ 60 വരെ അടിക്കുന്നുള്ള. ജസ്റ്റ് ഒന്നുകൂടെ നോക്കി കൺഫേം ചെയ്തേക്കാം എവിടെയെങ്കിലും പ്രശ്നമുണ്ടോ. ഇതൊരു ലൈൻ നോക്കി നമുക്കറിയാൻ പറ്റും. ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടയറിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ ചെയിൻ്റെ ഈ ഒരു പോർഷൻ ഇങ്ങനെ വലിച്ച് വെക്കുക, വലിച്ച് പിടിക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ 7th റിങ്ങിൽ തന്നെ ചെയിനൊക്കെ കയറ്റിയിടുക.